ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ സ്വന്തം ഉള്ളിവട തയ്യാറാക്കിയെടുക്കാം. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഉള്ളിവടയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ടയ്ക്ക് 2 സവാളയാണ് എടുക്കുക. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ മുട്ട കൂടുതൽ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു മുട്ടയ്ക്ക് 2 സവാള വെച്ചിട്ടും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ചേർക്കുന്ന സവാളക്കും ഒക്കെ കൂടിയിട്ടുള്ള ഉപ്പ് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയും യൂസ് ചെയ്യാം. ഇനി കടലപ്പൊടിയും മുട്ടയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് 2 സവാള ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് മുട്ട ചേർത്തതുകൊണ്ട് നല്ല വലുതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഞാനൊരു 3 എണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതായത് ഇത് നന്നായിട്ട് വണ്ണം വെച്ച് വരും. നമ്മൾ മുട്ട ചേർത്തതാണ്. അപ്പോൾ കുറേ അധികം പൊങ്ങി വരും. അതുകൊണ്ട് ചീനച്ചട്ടി നിറയുന്നത് വരെയൊന്നും മാവ് ചേർത്ത് കൊടുക്കണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൊരിയാത്ത ഭാഗമൊക്കെ നോക്കിയിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് 2 വശവും നന്നായിട്ട് മൊരിച്ചെടുക്കുക. നമ്മുടെ ഉള്ളിവട നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ മുഴുവൻ ഉള്ളിവടയും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 2-3 എണ്ണം മാത്രം ഒരു സമയം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുമുറാന്നിരിക്കുന്ന ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് കുറേ സമയമൊന്നും ഇതുപോലെ ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല. മുട്ട ചേർത്തതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വാടിപ്പോവും. അതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കണം. നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഈ ഉള്ളിവട ഫ്രൈ ചെയ്യാവൂ. നേരത്തെ ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചായയുടെ കൂടെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊട്ടും രുചി ഉണ്ടാവില്ല, വാടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് ഉടനെ തന്നെ കഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്